മകയിരം നാളുകാർക്ക് ഈ 2024 പൊതുവെ എങ്ങനെയായിരിക്കുന്നുവെന്ന് നോക്കാം. മേടത്തിൽ വ്യാഴം നിൽക്കുന്നു, ശനി കുംഭത്തിലാണ്, രാഹു മീനത്തിലും കേതു കന്നിയിലുമൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കുന്നതായ ഒരു അവസ്ഥയെ കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല തൊഴിൽ മേഖലയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങളുടെ ഒരു കാലമാണ് ഈ വരാൻ പോകുന്ന വർഷം. അന്യരാജ്യങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലാണെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടായേക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ സ്വസ്ഥമായൊരു വാസസ്ഥലം കൈവരിക്കാൻ സന്ദർഭമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും ഈ വർഷം സാധിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകുന്നതാണ്. നിങ്ങൾക്ക് കുടുംബത്തിൽ പൊതുവെ സന്തുഷ്ടിയും അനുഭവ ഗുണങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷ ആരംഭം തന്നെ അതിന് തുടക്കമിടാൻ കഴിയുന്നതാണ്. ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്യുക. അമിത വ്യയം ഉണ്ടാകാതെ ഇരിക്കുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണ്ടത് ചെയ്യണം. ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ചു മാത്രം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ ഒരു കാലഘട്ടവും കൂടിയാണ്. മെയ് മാസം ആദ്യം വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ പല പ്രധാനപ്പെട്ട പരിവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവനവൻ്റെ കർമ്മരംഗത്തെപ്പറ്റി സൂക്ഷ്മമായും ആഴത്തിലും പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കണം. പാഴ്ചെലവുകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം നിങ്ങൾക്ക് പൊതുവെ നല്ല ഉയർച്ചയും പുരോഗതിയും തന്നെ ലഭിക്കുന്നതാണ്. കൂടുതൽ വ്യക്തിപരവും സൂക്ഷ്മവുമായിട്ടുള്ള കാര്യങ്ങൾ സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് തന്നെ അറിഞ്ഞ് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199
ആരംഭകാലത്ത്. ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.